നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഇപ്പോൾ ഈ തത്സമയം വരാനുള്ള കാരണം ഞാനിങ്ങനെ തലശ്ശേരി കടൽപ്പാലത്ത് സമീപത്തിൽ കൂടി നടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് വയോധികരെ കണ്ടു. അപ്പോൾ അവരോട് സംസാരിച്ചു. അവരുടെ വാർത്ത ഇതിനു മുമ്പ് പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. യാദൃശ്ചികമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ നിങ്ങളും കൂടി അറിയണം, ഈ പ്രായത്തിലും നല്ല ഉണർവോടുകൂടി എല്ലാ ദിവസവും വൈകുന്നേരം ഈ തലശ്ശേരി കടൽപ്പാലത്തിനരികത്ത് വന്നിരുന്നിട്ട് സംസാരിക്കുന്ന ഒരു വിഭാഗം. നമുക്ക് അവരെ കാണാം. എന്തായാലും തലശ്ശേരിയിൽ നിന്നും ഇതാദ്യമായിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. വളരെ മനോഹരമായ ഒരു സായാഹ്നമാണ്. തലശ്ശേരിയുടെ പ്രതാപം വിളിച്ചോതുന്ന ആ പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ അടുത്ത കാലത്താണെന്ന് തോന്നുന്നു ഇത്തരത്തിലൊരു ഇരിപ്പിടമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞ ആളുകളാ ഇവിടെ ഇരിക്കുന്നവരാണ്. ഏതാണ്ട് 16ഓളം ആളുകളുണ്ട്. ഇന്ന് 4 പേരേ ഉള്ളൂ അല്ലേ? ഇന്ന് 4 പേരെ വന്നിട്ടുള്ളൂ. എന്തൊരു സുന്ദരമായ കാഴ്ചയാണല്ലേ. നമുക്ക് ആദ്യം ഈ കടലിൻ്റെ കാഴ്ചയ്ക്ക് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഇവരിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇങ്ങനെ കടൽ നമ്മളെ നോക്കി ചിരിക്കുകയാണ്. ഈ വൈകുന്നേരം കടലിന് പ്രത്യേക സൗന്ദര്യമാണ്. അങ്ങനെയുള്ള ഈ സൗന്ദര്യം ആസ്വദിക്കാൻ എല്ലാ ദിവസവും വരുന്ന ഇവരെ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. എന്താണ് പേര്? മെഹബൂബ് ക, പിന്നെ ഉസ്മാൻ ക, അബ്ദുറഹീം ക, ഹാഷിം ക. 4 പേരെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. എല്ലാ ദിവസവും കുറെ പേരുണ്ടാവും അല്ലേ? 10-12 പേരുണ്ടാവും. റഹീം ക, പിന്നെ നമ്മുടെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ കൂട്ടായ്മ തുടങ്ങിയത്? എങ്ങനെ ഇവിടെ എല്ലാ ദിവസവും വന്നിരിക്കുന്നത്? ഇത് 1ാം ക്ലാസ് മുതൽ ചൈതം മാറി 70 കൊല്ലത്തോളായി. വയസ്സ് 75. ഞങ്ങളിത് പിന്നെ അയാൾക്ക് ഇപ്പോൾ കുറച്ചും കൂടി ആയിട്ടുള്ള പ്രായം കുറവുള്ള ആളുകൾ. മദ്രസ തുടങ്ങിയിട്ട് സ്കൂളുകളിലൊക്കെ വിദ്യാഭ്യാസം അത് കഴിഞ്ഞപ്പോ നമ്മൾ കുറച്ചാളങ്ങ് പുറത്തു പോയി. ഇവരുടെ വീട് 2 അടുത്തുണ്ടായിരുന്നു. ഇവനും പോയി. ഇവനെ അടുത്തന്നെ. നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. ബാക്കി എല്ലാ സുഹൃത്തുക്കളും പുറത്തു പോയി. വീട് വരെ എന്താ പറയാ 6ാം ക്ലാസ് മുതൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നവീകരിക്കുന്നതിന് മുമ്പേ ഇവരെല്ലാം നവീകരിച്ചിട്ട് എത്ര വർഷമായി? ഇതിപ്പോ 2 വർഷം. അതിന് മുമ്പേ ഇരിക്കൂടെ? അപ്പൊ ഇവിടെ റെയിലാണ് ചരക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള റെയിലായിരുന്നു. ഇതെല്ലാം ഈ മലഞ്ചരക്കിന്റെ ഗോഡൌണിൽ കാണുന്നു. ലോഞ്ചിന് വരുത്ത സാധനങ്ങൾ അതായത് പാലം വരെ. അങ്ങനെയാണ് ഈ പാലം വന്നത്. അപ്പൊ അതിന്റെ കൂടി കഥ പറഞ്ഞിട്ട് നമുക്ക് പോകാം. കണ്ടോ ഈ കടൽപ്പാലം കണ്ടോ? ഇപ്പൊ ഈ കടൽപ്പാലത്തിലേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല. അപ്പൊ പണ്ട് ചരക്ക് ഗതാഗതം ഉണ്ടായിരുന്ന സ്ഥലമാണ് അല്ലേ? അവിടെ വന്ന് അവിടെ വലിയ ബങ്കർ അല്ലേ? ബങ്കറിനാ വരിക. ബങ്കറിന് വന്ന് ഈ ചരക്കൊക്കെ ഇങ്ങനെ വന്ന് അവിടുന്ന് കയറ്റിയിട്ട് ലോറികളൊക്കെ ഇവിടെ വരും. ഇവിടെ അതിന്റെ ഗോഡൌണുകളാണ് ഈ കാണുന്നതെന്നാണ് പറഞ്ഞത്. ഈ പഴയ ഇതൊക്കെ തലശ്ശേരിയുടെ പ്രതാപകാലത്തുള്ള സംഭവമായിരിക്കും അല്ലേ? അന്നേ ബ്രിട്ടീഷുകാർ എടുത്ത ബിൽഡിങ്സ് ആണ് ഇതെല്ലാം. പിന്നെ ഒരു കാലത്ത് ഇവിടെ ഇതിലേക്കൂടെ പിന്നെ കുരുമുളക്, ചുക്ക് ഇതെല്ലാം കയറ്റി പോകും. അതിന് വേണ്ടിയിട്ടുള്ള കടൽപ്പാലാണിത്. ഇവിടെ ഒരു കാലത്ത് അന്നത്തെ കാലത്ത് റെയിലായിരുന്നു. ഈ റെയിൽ പാളത്തിൽ കൂടി ഇങ്ങനെ വന്ന് അവിടെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കുരുമുളകൊക്കെ കയറ്റി കപ്പൽ വഴി കുരുമുളക് കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു ഏരിയ ആയിരുന്നു അല്ലേ? കപ്പൽ ദൂരെ ഉണ്ടാവും. ഇവിടുന്ന് അവിടുത്തെ കപ്പലിലേക്ക് എത്തിക്കും അല്ലേ? എന്തായാലും പത്തേമാരിയിൽ അല്ലേ? പത്തേമാരി അതാണ് അതിന്റെ പേര്. പത്തേമാരിയിൽ ദൂരെ നിൽക്കുന്ന കപ്പലിലേക്ക് ഈ പത്തേമാരി വഴി സാധനങ്ങൾ കയറ്റി കൊണ്ടുപോവുക. അപ്പോൾ ദൂരെ അങ്ങ് ഇത് ബോട്ടാണെന്ന് തോന്നുന്നു. വളരെ ദൂരെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ തലശ്ശേരി കടൽപ്പാലത്ത് നിന്നും ഈ സമയത്ത് കാണുന്നത്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കുറേ കൂടുതൽ ആളുണ്ടായിരുന്നു. ഇന്ന് ആളുകൾ കുറവാണ്. ഇന്ന് അവധി ദിവസം അല്ലാത്തതുകൊണ്ടായിരിക്കണം അല്ലേ? മഴക്കാറുണ്ട്. ഇനി കാണുന്നതിന് വിസ്താരമായ മണപ്പരിപ്പാണ്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, അത് കഴിക്കാം. പിന്നെ എന്താണ് നിങ്ങൾ സംസാരിക്കുക എല്ലാ ദിവസവും പോയിട്ട്? എല്ലാ ദിവസവും സംസാരിക്കാൻ എല്ലാ ദിവസവും സംസാരിക്കാൻ എന്തൊക്കെ ഉണ്ടാവും? ഗൾഫിലായിരുന്നല്ലേ കുറെ കാലം? എത്ര വർഷം ഉണ്ടായിരുന്നു? 10-30 വർഷം ഉണ്ടായിരുന്നു. 30 വർഷം ഉണ്ടായിരുന്നു. ഗൾഫിൽ എവിടെയായിരുന്നു? ബഹ്റൈൻ, സൗദി 2 അവിടെയൊക്കെ പോയി അധ്വാനിച്ചു. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളൊക്കെ ഗൾഫിലാണല്ലേ? എല്ലാവരും വിശ്രമ ജീവിതം ആനന്ദകരമാക്കുക. ഇക്ക ഗൾഫിൽ പോയിട്ടില്ല? ഗൾഫിൽ പോയിട്ട് ഇവിടെ തന്നെ. ഗൾഫിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ടോ? ഗൾഫിലെ വിസിറ്റിംഗ് പോയി. മക്കൾ അവിടെ ഗൾഫിൽ പോയിട്ടുണ്ട്. ഇവിടുത്തെ രാജാവാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഗൾഫിലായിരുന്നു, ഇപ്പൊ തിരിച്ചു വന്നു. വിശ്രമ ജീവിതമാണ്. ഇക്കയോ? ഞാൻ ഗൾഫിലായിരുന്നു. നാട്ടുകാരും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് ജീവിതം ആസ്വദിച്ച് തീർക്കുകയാണ്. നമ്മളിൽ പലരുമുണ്ട്. ഞാൻ പറയാറുണ്ട് സാധാരണഗതിയിൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ രക്ഷിതാക്കൾ ഈ ജീവിത അവസാനം വരെ അധ്വാനിച്ചു കൊണ്ടിരിക്കും. അവരെ പഠിപ്പിച്ച് വളരെ വളർത്തി വലുതാക്കി വലിയ ഉദ്യോഗത്തിലൊക്കെ കയറ്റും. അവസാനം ഈ മക്കൾ ഇവരെ കൊണ്ടുപോയി അനാഥമന്ദിരത്തിൽ ആക്കും. ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതി നടക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ
ഏതാണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ 10-14 പേരെ സംരക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഈ മക്കൾ ഉപേക്ഷിച്ച ആളുകൾക്ക് വളരെ വിഷമത്തോടു കൂടി അവിടെ സന്തോഷത്തോടു കൂടി അല്ല നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, അത് പൊതുവേ ഉള്ള. അപ്പോൾ അതിനിടയ്ക്കുള്ള ചില ഉദാഹരണങ്ങളാണ്. ഇവർ ജീവിതം ആസ്വദിക്കുകയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്ന് മക്കളൊക്കെ നല്ല നിലയിലെത്തി അവർക്ക് ആസ്വദിക്കുവാനുള്ള ഒരിടമായി ഈ തലശ്ശേരി കടൽപ്പാലം മാറുമ്പോൾ ഈ കാഴ്ച നിങ്ങൾക്കും ഏറെ ഇഷ്ടപ്പെടുമാകുമെന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും എല്ലാ സമയത്തും ഞാൻ പറയുന്ന പോലെ എല്ലാവർക്കും നന്മ തരുന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.